ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ മണ്ഡലകാലം അച്ഛൻ്റെ കൂടെ ശബരിമലക്ക് പോയിട്ടോ. എൻ്റെ കെട്ടുനിറയാണ് ഈ കാണുന്നത്. അടുത്തുള്ള കരിയമ്പിള്ളി അമ്പലത്തിലെ പൂജാരിയാണ് പൂജയ്ക്ക് വന്നത്. എൻ്റെ അനിയനും അനിയത്തിയും മുദ്ര നിറച്ചു തന്നു. കെട്ടുനിറ രാത്രി 8 മണിക്ക് തുടങ്ങി 9:30 തീർന്നു. അച്ഛൻ്റെ കൂട്ടുകാരൻ ഉണ്ണിമാമനും ഉണ്ണിമാമൻ്റെ മകൾ ഋതികയും അമ്മയും കെട്ടുനിറച്ചു വന്നു. കൂടെ ഒരു ചേട്ടനും മലയ്ക്ക് പോവാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 6 പേരാണ് മലയ്ക്ക് പോയത്. വെളുപ്പിന് 4 മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ മലയ്ക്ക് പോവാൻ ഇറങ്ങിയത്. ഉണ്ണിമാമൻ കുറെ തവണ ശബരിമലക്ക് പോയിട്ടുണ്ട്. ഞാനും അച്ഛനും ഗണപതിയെ പ്രാർത്ഥിച്ച് തേങ്ങയുടച്ചിറങ്ങി. തേങ്ങയുടച്ചിറങ്ങിയാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല കേട്ടോ. പോകുന്ന വഴിക്ക് കുറെ അമ്പലത്തിലൊക്കെ കേറിയാണ് പോയത്. ദുരിതം ഒഴിയണേ ഇഹപരശാന്തിതൻ അമൃതം അരുളണേ മനസാകും പുലിമേലിൽ. 9 മണിയായപ്പോഴേക്കും പമ്പയിലെത്തി. ഞാൻ ചെറുതായി ഒന്ന് പേട്ടയൊക്കെ തുള്ളി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒട്ടും മഴയുണ്ടായിരുന്നില്ല, വെയിലായിരുന്നു. അയ്യപ്പസ്വാമി കാത്തു. പോകുന്ന വഴിയെല്ലാം നന്നായി ശരണം വിളിച്ചാണ് കയറിയത്. വൈകുന്നേരം 4 മണിക്ക് ഞാൻ സന്നിധാനത്തെത്തി. ഞാൻ 18ാം പടി കയറി. സ്വാമി ദർശനം നൽകി. എനിക്ക് ഒരുപാട് സന്തോഷമായി. രാത്രി ഞങ്ങൾ അവിടെ വിധി വെച്ചു. രാവിലെ ദർശനവും അഭിഷേകവും കഴിഞ്ഞ് ഇറങ്ങി. പമ്പയിൽ കുറച്ചു നേരം ഞാനും ഋതുവും കളിച്ചു. കരയിൽ സ്വാമി തൻ പൊന്നണി വീട് മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല്. എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്നോ. സ്വാമി തൻ പൊന്നണി വീട് മാലുകൾ. തിരുവാനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ട് ഞങ്ങൾ മാലയൂരി. 4 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അമ്മ വിളക്ക് വെച്ച് ഞങ്ങളുടെ കാലൊക്കെ കഴുകിയിട്ടാണ് സ്വീകരിച്ചത്. മഹിഷിമാരകൻ ആയിട് കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ നീതന്നതല്ലോ എൻ ജീവിതം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. ഇതാണ് എൻ്റെ ശബരിമല ദർശനം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണേ.